ഈ ഹാൻഡിൽസ് നമുക്ക് വരുന്നത് പല ഫിനിഷ്, പല മോഡൽ, സ്ക്വയർ മോഡൽ, റൗണ്ട് മോഡൽ, ഓവൽ മോഡൽ. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലൈഡിംഗ് ഡോസിനാണ്. സാധാരണ നോബ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ടങ് ഹാൻഡിൽ. അതെ, ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഇത് വാർഡ്രോബിൻ്റെ ആണ്. ഓപ്പൺ ചെയ്യാനും പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. ഓപ്പൺ ദെൻ ക്ലോസ്. പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ മോഡലാണ് ജി പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പുതിയ ട്രെൻഡാണ്. ഇത് കുറച്ച് നാളായി ഇറങ്ങിയിട്ട് ജി പ്രൊഫൈൽ ഹാൻഡിൽലെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോക്കി ഹാൻഡിൽ നമുക്ക് ഉണ്ടാവില്ല. അതിന് പകരം ഇതിന് പറയുന്നത് ഗോള പ്രൊഫൈൽ എന്ന് പറയും. വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. ഈ എപ്പിസോഡ് വാർഡ്രോബിൻ്റെയും കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെയും ഹാൻഡിലുകളെ കുറിച്ചുള്ള വീഡിയോ ആണ്. നേരത്തെ മെയിൻ ഡോറിൻ്റെയും ബാക്ക് ഡോറിൻ്റെയും ലോക്കുകളെ കുറിച്ചും ഹാൻഡിലിനെ കുറിച്ചുള്ള വീഡിയോ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്ന സിഗ്നേച്ചർ ഹാർഡ്വെയർസ്, എറണാകുളം പാലാരിവട്ടം ജംഗ്ഷനുള്ള ഓവർ ബ്രിഡ്ജിനടുത്ത് സിഗ്നേച്ചർ ഹാർഡ്വെയർസ് എന്ന സ്ഥാപനത്തിൽ ഹാൻഡിൽസിൻ്റെ വൻ ശേഖരമാണ് ഉള്ളത്. നമുക്ക് വാർഡ്രോബ്സിൻ്റെയും കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെയും ഹാൻഡിലുകളെ കുറിച്ചാണ് ഏറ്റവും അധികം കൺഫ്യൂഷൻ വരുന്ന ഒരു ഹാൻഡിൽ സെക്ഷനാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോവാം. ഈ വാർഡ്രോബ്സിനും കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഷട്ടേഴ്സിനും വേണ്ട ഹാൻഡിൽസ്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് എൻ്റെ വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയും? വാർഡ്രോബിന് അല്ലെങ്കിൽ കിച്ചൺ ഹാൻഡിൽസ്, കിച്ചൺ ക്യാബിനറ്റ്സിന് വരുന്ന ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഹാൻഡിൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് കാണിക്കാം? കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റീൽ ഹാൻഡിൽസ് ആയിരുന്നു. സ്റ്റീൽ ഹാൻഡിൽസിൽ നിന്ന് മാറിയിട്ട് നമുക്ക് റോസ് ഗോൾഡ്, ബ്ലാക്ക്, അതേപോലെ ആൻറ്റിക്ക്, കോള ഫിനിഷ്, അങ്ങനെയുള്ള പല മോഡൽ ഹാൻഡിൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒത്തിരി കളക്ഷൻസും നമ്മളെടുക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ മോഡൽസ്. ഇത് കോള ഫിനിഷ്, ആൻറ്റിക് ഫിനിഷുകൾ, അതുപോലെ ഗോൾഡൻ ഫിനിഷുകൾ, പല ഫിനിഷിലുള്ള സ്ലീക്ക് മോഡൽസ് ഹാൻഡിൽസ് ഉണ്ട്. അത് തന്നെ പല പാറ്റേൺ ഉണ്ട്. സ്ക്വയർ പാറ്റേൺ ഉണ്ട്, ഓവൽ പാറ്റേൺ ഉണ്ട്, റൗണ്ട് പാറ്റേൺ ഉണ്ട്. ഈ ഹാൻഡിൽസ് നമുക്ക് വരുന്നത് പല ഫിനിഷുകളിൽ ഇപ്പോൾ അവൈലബിളാണ്. ഇപ്പോൾ ഇത് റോസ് ഗോൾഡ് ഫിനിഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൻറ്റിക് ഫിനിഷുകൾ വരുന്നുണ്ട്. ഇത് സ്റ്റീൽ ഫിനിഷാണ് ഓഫ് കോഴ്സ്. പിന്നെ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ കോള ഫിനിഷുകൾ, ഇപ്പോൾ ഇത് ചില കമ്പനികളുടെ കോള ഫിനിഷുകൾ എന്നിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല ഫിനിഷുകളിലുള്ള ഹാൻഡിൽസ് ഇന്ന് പല മോഡൽ, സ്ക്വയർ മോഡൽ, റൗണ്ട് മോഡൽ, ഓവൽ മോഡൽ, ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതെന്ത് പ്രൈസ് ഒക്കെ? ഇതിന് സ്ലീക്ക് മോഡൽസിന് ഏകദേശം പ്രൈസ് വരിക എന്നൊരു 100 രൂപീസിൽ താഴെ വരുള്ളൂ. 100 താഴെ അതിൽ വരുന്നുള്ളൂ. സ്ലീക്ക് മോഡൽസ്. അതെ. പിന്നെ ചില ലെങ്ത് കൂടുന്നതനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. 4 ഇഞ്ചിനൊക്കെ ആണെങ്കിൽ ഒരു 100 രൂപീസ് റേഞ്ച് വരും. പിന്നെ ഇതിന്റെ താഴെ വരുന്നതും അത് ഓവൽ മോഡൽ ഹാൻഡിൽസ് ആണ്. കുറച്ച് പഴയ അതെ പൈപ്പ് അത് തന്നെയാണ്. അതിന് പല ഫിനിഷസ് വരുന്നുണ്ട്. കോട്ടിംഗ് വ്യത്യാസം വരുന്നുണ്ട് അതിന്റെ. ഇതിനൊക്കെ ആവറേജ് കോട്ടിങ്ങും അതിന്റെ ഫിനിഷസ് അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും. പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 രൂപീസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഫിനിഷിലേക്ക് പോകുമ്പോൾ ഒരു 30 രൂപീസിന്റെ വേരിയേഷൻസ് ആണ് അതിൽ വരുന്നത്. അതിൽ തന്നെ സ്ട്രെയിറ്റ് വരുന്ന മോഡൽസ്, ലെഗ് ടൈപ്പ് വരുന്നുണ്ട്. ഇത് പഴയ മോഡലാണ്, പക്ഷെ അതിന്റെ ഫിനിഷ് വ്യത്യാസം, ഫിനിഷിംഗിൽ ഇപ്പൊ മാറ്റം വരുന്നുണ്ട്. നേരത്തെ ഇത്രയും ഷെയ്ഡുകൾ. അതെ, ആദ്യം വന്നുകൊണ്ടിരുന്ന നമുക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിനിഷൊക്കെയാണ്. ഇതിൽ മാറ്റ്, ഗ്ലോസി, അങ്ങനെയുള്ള ഫിനിഷ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഫിനിഷ്, അങ്ങനെ 3-4 ഫിനിഷുകളാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പൊ അതല്ല, പല ഫിനിഷുകൾ നമുക്ക് അവൈലബിൾ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡലും ഒരുപാട് പഴയ മോഡലാണ്. അതിന്റെ കളറിലാണ്, അത് ഇപ്പോഴും പോകുന്ന ഒരു മോഡലാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ വരുന്നത് ഇൻസേർട്ട് ചെയ്യുന്ന മോഡൽസ്. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന മോഡൽ കൺസീൽഡ് ഹാൻഡിൽസ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലൈഡിംഗ് ഡോസിനാണ്. സാധാരണ ഓപ്പണബിൾ ഡോസിന് കൺസീൽഡ് ഹാൻഡിൽസ് ഉപയോഗിക്കാറില്ല. സ്ലൈഡിംഗ് ഡോസ് അല്ലെങ്കിൽ ഇന്നർ ഡ്രോ ഹാൻഡിൽസ് എന്ന് പറയും. അതായത് വാർഡ്രോബിൻ്റെ അകത്ത് വരുന്ന ഡ്രോയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കൺസീൽഡ് ഹാൻഡിൽസ്. കാരണം സാധാരണ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോറ് വന്ന് അതിൽ തട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ അതെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോള ഫിനിഷാണ്, പുതിയ ഫിനിഷാണത്. അപ്പോൾ അതിലും ഞാൻ നേരത്തെ ഇപ്പോൾ കൺസെപ്റ്റ്സ് പുതിയത് മാറി വരുന്നതനുസരിച്ചിട്ട് പുതിയ ഫിനിഷുകൾ അതിൽ വരുന്നുണ്ട്. ഡ്യുവൽ ഫിനിഷുകൾ വരുന്നുണ്ട്. അത് ഒരു 100 രൂപീസ്, 150 പല ഷെയ്ഡ്സിന് ബിറ്റ്വീൻ ആ റേഞ്ചിൽ നിൽക്കും.
150 രൂപ 150 രൂപ മുതൽ മുകളിലേക്ക് വരും. ഓക്കെ. അതിന്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് കോമ്പി ഫിനിഷ് ആകണ്ട, ഉള്ളു ഭാഗം വന്നിട്ട് ബ്ലാക്ക് ആയിരിക്കും, പുറത്ത് സ്റ്റീല് അല്ലെങ്കിൽ ഗോൾഡ് വരുന്നത്. ഇത് ഒരു പ്രത്യേക മോഡൽ. അതെ. ഇതെല്ലാം സ്ലൈഡിംഗ് ഡോസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്ലീക്ക് ആയിട്ടുള്ള മോഡലാണത്. ഇതും കൊള്ളാം. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട് ചെറുത്? അതിനെല്ലാം വരും ഒരു 200 താഴെ വരും. കുറച്ച് മോഡലിലെ പ്രൈസിന് വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഈ കാണുന്നത് സ്ട്രെയിറ്റ് വരുന്ന സാധാ പിടുത്തം മറ്റേ നമ്മൾ ഹാൻഡിൽ ചെയ്യണത് കുറവായിട്ടുള്ളൊരു അധികം പ്രൊജക്ഷൻ ഇല്ലാത്ത ഹാൻഡിൽസുകളാണ്. അതായത് കുറച്ചുണ്ടാവുള്ളൂ പിടുത്തം വരാൻ. പക്ഷെ അതൊരു സ്ലീക്ക് മോഡലിൽ താല്പര്യമുള്ളവർക്ക് നല്ലതാണ്. ഇത് നല്ല മോഡലാണ്. ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുള്ള മോഡലാണ്. പോകുന്ന മോഡൽസാണ്. നമ്മൾ പുതിയ മോഡൽ ഹാൻഡിൽസ് ഇറങ്ങിയെങ്കിലും പഴയ മോഡൽസ് നമുക്ക് സെയിൽ ഇല്ലാതെ വരുന്നില്ല. പഴയ മോഡൽസ് നമുക്ക് പോകുന്നുണ്ട്, കാരണം അതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ പിടുത്തം കുറച്ചുണ്ടാവുള്ളൂ. നല്ലൊരു സ്ലീക്ക് മോഡൽ താല്പര്യമുള്ളവർക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു മോഡലാണത്. പിന്നെ ഫിംഗേഴ്സ് ഒത്തിരി നമുക്ക് കവർ ചെയ്ത് കിട്ടണമെന്നുള്ളവർക്ക് ഈ മോഡൽസിൽ ഇപ്പൊ 4 ഫിംഗർ ഇതിനകത്ത് കയറി ലോക്ക് ചെയ്ത് വെക്കാൻ. ചിലവർക്ക് ഇതിനാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തുറക്കുമ്പോ. ചിലര് ഇതിൽ പറയും നമുക്ക് അധികം ഗ്രിപ്പ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഫിംഗർ മാത്രമേ കിട്ടുള്ളൂ. ഇതൊരു 2 ഫിംഗർ ആണ്. ഇതിപ്പോ 4 ഫിംഗർ തുറന്നുള്ളൊരു ഫീൽ കിട്ടും. അതെ. ഇതും ഒരു ചെറിയ പുതിയ ഫിനിഷാണ്. പിഞ്ചിങ്ങിന്റെ ടൈപ്പ്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട് ഇതിന്? അതെല്ലാം വരെ ഒരു 100 rupees അബോ 120 ആ റേഞ്ച് വരുന്നത്. ഇത് 4 ഇഞ്ചിന്. എൻ്റെ ഫിനിഷിങ് എന്താണ് എൻ്റെ പറയുന്നത്? ഇത് റോസ് ഗോൾഡ് ഫിനിഷാണ്. ഫിനിഷിങ് വരും. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആ ഒരു ഈ ക്വാണ്ടിറ്റി അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം കുറവുണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ അതിൽ തന്നെ വ്യത്യസ്തമായ കുറച്ച് മോഡൽസാണ്, കുറച്ച് പുതിയ കളേഴ്സാണ്. വാർഡ്രോബ്സിനും കിച്ചനും മിക്സ് ആയിട്ടുള്ള വന്നേക്കണം ലൈക്ക് ഈ സെക്ഷനിൽ. ഇതിപ്പോ വാർഡ്രോബ്സിന് കൊടുക്കാൻ പറ്റിയ വാർഡ്രോബ്സിന് കൊടുക്കാൻ വേണമെങ്കിൽ കിച്ചനും കൊടുക്കാം. വലിയ ഡ്രോസിന് കൊടുക്കാൻ പറ്റിയ മോഡലാണത്. ഇത് നമുക്കൊരു എല്ലാവർക്കും വാർഡ്രോബ്സിനൊക്കെ എപ്പോഴും ഇങ്ങനെ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലോണെന്ന് താല്പര്യമുള്ളവരാണ്. ഓക്കെ. ഇത് കൊള്ളാം, നീളമുണ്ട്. അതിനെന്ത് പ്രൈസ് വരുന്നുണ്ട്? അതിനൊരു 250 അറേഞ്ച് വരും. 250 രൂപ വരുന്നു. അതിന് എത്ര നീളമുണ്ട്? അല്ല, ഞാൻ പറഞ്ഞതൊരു 6 ഇഞ്ചാണ്. ഇതിനാകുമ്പോൾ കുറച്ച് കൂടുതൽ വരും. 6 ഇഞ്ച് സ്റ്റാൻഡേർഡ് സൈസിനാണ് ഞാൻ റേറ്റ് പറഞ്ഞത്. ഓക്കെ. പിന്നെ വൈറ്റ് ഹാൻഡിൽസ് ഉണ്ട്, ബ്ലാക്ക് ഹാൻഡിൽസ് ഉണ്ട്. ഓക്കെ. ഇതൊരു വേറൊരു മോഡലാണ്. അത് നമുക്ക് ആ ഹാൻഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വയ്ക്കുന്ന ഹാൻഡിൽസാണത്. അത് സാധാരണ ഹാൻഡിലിന് പകരം മുകളിൽ നിന്നാണ് ഹാൻഡിൽ വയ്ക്കുന്നത്. ഓക്കെ. ഇങ്ങനെ മുകളിൽ നിന്നായിരിക്കും, അത് ഡോറിന്റെ മോൾ ഭാഗത്ത് നിന്ന് വെക്കുന്ന ഹാൻഡിലാണ്. മുകളിൽ വെക്കുന്നത്. തിരിച്ചു വെക്കണം. ഇങ്ങനെ നോർമൽ പൊസിഷൻ ഇതല്ല, ജസ്റ്റ് അവിടെ വെച്ചത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതിനകത്ത് വുഡും കൂടെ മിക്സ് ചെയ്ത കുറച്ച് വുഡ് മിക്സ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് ആണ്. ഇപ്പൊ കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഹാൻഡിൽസ് ഒക്കെ ഒരു 4 ഇഞ്ചിന്റെ ഹാൻഡിൽസ് കിച്ചണിൽ വെക്കൂല, ഒരു 6 ഇഞ്ച് തൊട്ട് മുകളിൽ വെക്കും. അതിനൊക്കെ ആവറേജ് എത്ര റേറ്റ്? നമ്മളുടെ കയ്യിലുള്ള ഹാൻഡിൽസിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിച്ചൺ ക്യാബിനറ്റ്സിന് ഒരു 40 രൂപ മുതൽ, 4 ഇഞ്ച് ഹാൻഡിലാണെങ്കിൽ ഒരു 40 രൂപ മുതൽ മുകളിലേക്കുള്ള ഹാൻഡിൽസ് ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഹാൻഡിലുകൾ 40 രൂപ തുടങ്ങി ഒരു എന്താ പറയുക 1000 രൂപ വരെയുള്ള ഹാൻഡിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ വാർഡ്രോബ്സിനും അതേപോലെ കിച്ചണിനുമുള്ള. ഓക്കെ. പിന്നെ ഇത് കുറച്ച് നേരത്തെ കണ്ടു പരിചയിച്ച മോഡലുകളാണ്. അതെ, പഴയ മോഡലുകളാണ്. എന്നാലും ഒത്തിരി പേർക്ക് ഇപ്പോഴും പോകുന്ന മോഡലുകളാണത്. അതെല്ലാം അധികം വില വരുന്ന ഹാൻഡിൽസ് അല്ല. അതെ, ഇത് 40 രൂപ 50 രൂപ റേഞ്ചിൽ വരുന്ന ഹാൻഡിൽസ് മോഡലുകളാണ്. അതെ. നമുക്ക് ഇപ്പൊ വാർഡ്രോബ്സിനൊക്കെ വെക്കണം നല്ല ലെങ്തി ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ്. അപ്പൊ അതൊന്ന് കാണിക്കാമോ? അതെ, ഇത് നമ്മൾ നേരത്തെ
പറഞ്ഞത് ഇൻസേർട്ട് ചെയ്യുന്ന മോഡലാണ്. ഇൻസേർട്ട് ചെയ്യുന്ന മോഡലാണ് ലെങ്ത് ഉള്ളത്. സ്ലൈഡിംഗ് ഡോസിന് ഉപയോഗിക്കുന്നതാണത്. ഫിംഗർ കയറ്റാൻ പറ്റിയത് ഈ ഒരു പോർഷൻ, ആ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ. കാരണം ജസ്റ്റ് അതെ അതെ അത് സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റോ റൈറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാം. പക്ഷെ അത് കൺസീൽ ചെയ്ത് വെക്കുന്നതാണ് ഹാൻഡിൽസ്. ഈ നീളത്തിലെ ഹാൻഡിൽ ഒരു പ്രത്യേക ഫീൽ. അതെ അതെ ഇപ്പൊ കൂടുതലും വാർഡ്രോബിന് എല്ലാവരും ഉപയോഗിക്കുന്നത് നീളം കൂടിയ ഹാൻഡിൽസ് ആണ്. ഈ നീളം ഹാൻഡിൽസിന്റെ എന്ത് സ്റ്റാർട്ടിങ് എന്ത് റേറ്റ്? സ്റ്റാർട്ടിങ് അതൊരു 400 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 1 ഫീറ്റ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. 1 മീറ്റർ 1.2 മീറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ വരുന്നത് ഇതൊരു പുതിയ ട്രെൻഡ് മോഡൽസ് ആണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്ലിം മോഡലാണ്. ലെങ്തി ആയിട്ടുള്ള സ്ലിം മോഡൽസ്. ഓക്കെ അധികം നമുക്ക് 1.2 മീറ്റർ വരെ അവൈലബിൾ ആയിരിക്കും. 1.5 മീറ്ററോളം നീളത്തിൽ വരുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹാൻഡിലുള്ള. ഇതൊരു ഡിജിറ്റൽ ഡിസൈൻ പോലെ ഇരിക്കും. അതെ അതെ അത് വാർഡ്രോബിന് വരുന്ന കോംബി ഹാൻഡിൽസ് പറയും. കോമ്പിനേഷൻ ഹാൻഡിൽസ്. 2 കളേഴ്സിൽ നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ 2 കളേഴ്സ് അവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരേ കളറിലുള്ള തന്നെ 2 സൈഡിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോഡൽ വരുന്നത്. എങ്ങനെയാണെങ്കിൽ അതിന് അതെ അതെ വാർഡ്രോബിന്റെ രണ്ട് ഡോറിന് വെച്ച് കൊടുക്കാവുന്ന മോഡലാണ്. അപ്പോൾ ഒരു ഡിസൈൻ ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ബ്ലാക്കും ഗോൾഡ് ഫിനിഷിംഗ് മിക്സ് ആയിട്ടുള്ളതായിരുന്നു. ഇതും കൊള്ളാം, നല്ലൊരു മോഡലാണ്. ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ മോഡൽസ്. ഇതെല്ലാം വാർഡ്രോബ്സിന്റെ തന്നെ. എല്ലാം വാർഡ്രോബ്സിന്റെ തന്നെ. വാർഡ്രോബ്സിന് യൂസ് ചെയ്യാം, ഈവൻ ക്യാബിനറ്റിന് യൂസ് ചെയ്യാം. ഓക്കെ ഇതെങ്ങനത്തെ ഇത് പുതിയ മോഡൽ ഹാൻഡിലാണ്. നമുക്ക് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ കൈ നമുക്ക് പിടിക്കാനുള്ള ഓപ്ഷൻ വരിക ഇവിടെയാണ്. പക്ഷെ അത് പുറമേ നോക്കുമ്പോൾ ഒരു ഹാൻഡിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ജസ്റ്റ് റോഡായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ നമുക്കത് ഹാൻഡിലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു ഡിസൈൻ പോലെ ഇരിക്കുകയും ചെയ്യും. പ്ലസ് ഹാൻഡിലിൻ്റെ ഒരു യൂസ് നടക്കുകയും ചെയ്യും. ഇത് താഴെ ഇരിക്കുന്ന മോഡലും അത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് മോളിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയ മോഡലുകളാണ്. എല്ലാം മോളിൽ നിന്നായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ അതിന് തന്നെ വേറൊരു മോഡൽ, അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള. ഓക്കെ അല്ല ഇതിൽ ഇതിപ്പോൾ നേരത്തെ നമുക്ക് കണ്ട് ശീലിച്ച കുറച്ച് മോഡൽസ്, പഴയ മോഡൽസ് ആണ്. അതിപ്പോഴും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ലെങ്തി ആയിട്ടുള്ള കൂടുതൽ മോഡൽസ് ആണ് അത് ലെങ്തി ആയിട്ടുള്ള. ഇത് വാർഡ്രോബിന് ലെങ്ത് ഉള്ള ഷട്ടേഴ്സ് ആയിരിക്കണം കാണാൻ ഭംഗി. അതെ അതെ ഇപ്പോൾ ആ ട്രെൻഡ് അത് വാർഡ്രോബിലേക്ക് കൂടുതലും പോകുന്നത് ഇപ്പോൾ ലെങ്തി ഹാൻഡിൽസ് ആണ്. ചെറിയ ഹാൻഡിൽസ് മാറി അധികം പോകുന്നില്ല. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വലിയ ഹാൻഡിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ഹാൻഡിൽസ് കൂടുതൽ കളക്ഷൻ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇതൊരു വേറെ കമ്പനി ആണ് വലിയ ഹാൻഡിൽസിൻ്റെ. ഇത് കോമ്പിനേഷൻ ഹാൻഡിൽസ് പറയും. ഞാൻ നേരത്തെ നമ്മളവിടെ കണ്ട പോലെ തന്നെ വാർഡ്രോബിൻ്റെ 2 ഡോറിലും വെക്കാൻ പറ്റിയ കോംബി ഹാൻഡിൽസ് ആണ്. ഒരേ ഡിസൈനിൽ 2 സൈഡ് 2 ഹാൻഡിൽ 2 ഡോറിലും വരും. ചേർന്ന് വന്നു കഴിയുമ്പോൾ ഒരു പാറ്റേൺ പോലെ അത് ഫീൽ ചെയ്യും. ഇതിപ്പോ തിരിച്ചും വെക്കാം. അതെ ഇതിന്റെ ഇപ്പൊ ബോട്ടം ഉള്ളത് ടോപ്പിലേക്ക് തിരിച്ചു വെക്കാൻ പറ്റണത്. അത് പല സൈസിൽ അവൈലബിൾ ആണ്. എന്ത് പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു സെറ്റിന്? ഇതിന് ഏകദേശം ഒരു വലിയ മോഡലാകുമ്പോൾ ഒരു 3500 എക്സ്പെൻസീവ് ആണ് കുറച്ച് വരുന്നത്. ഓക്കെ ഇതിന് തന്നെ ഇപ്പോൾ സ്ലൈഡിംഗ് ഡോറിന് വാർഡ്രോബിൻ്റെ തന്നെ സ്ലൈഡിംഗ് ഡോർസിന്. കാരണം ഇപ്പോൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ലൈഡിംഗ് ആണ് വാർഡ്രോബുകൾ കൂടുതൽ വരുന്നത്. കാരണം നമ്മളുടെ പ്രത്യേകിച്ച് ഫ്ലാറ്റുകൾ ഒക്കെ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഹാൻഡിൽസ് എന്ന് പറയുമ്പോൾ ഡോർസ് എന്ന് പറയുമ്പോൾ ഒത്തിരി സ്പേസ് കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് കൂടുതൽ പേരും വയ്ക്കുന്നത് ഈ സ്ലൈഡിംഗ് സിസ്റ്റമാണ്. അപ്പോൾ സ്ലൈഡിംഗ് സിസ്റ്റത്തിൻ്റെ ഹാൻഡിൽസ് നമ്മൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. സ്ലൈഡിങ് ചെറിയ ഹാൻഡിൽസ് മുതൽ വലിയ ഹാൻഡിൽസ് വരെ സ്ലൈഡിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ഡോറിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡോറിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്കത് മാറ്റി ഏതാ യൂസ് ചെയ്യാം. ഈ ഒരു മോഡലൊക്കെ നേരത്തെ ഉള്ള ഉള്ളൊരു മോഡൽസ്. ഇവിടെ സ്ലൈഡിംഗ് ഡോർസിന് വേണ്ടിയുള്ള ഹാൻഡിൽസ് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ.
ഇതെന്ത് ഹാൻഡിലാണ്? അതൊക്കെല്ലാം ക്യാബിനറ്റ് ഹാൻഡിൽസ്. ഇത് വന്നിട്ട് പുതിയ മോഡൽ ഹാൻഡിലാണ്, എൻഡ് ഹാൻഡിൽസ് പറയും. എൻഡ് ഹാൻഡിൽസ്, അതായത് നമ്മൾ ഡോറിൻ്റെ എൻഡിൽ നിന്നായിരിക്കും, അതായത് ഇത് ഫിറ്റ് ചെയ്യുന്നത് ബാക്കിൽ നിന്നാണ്. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. അതായത് വാർഡ്രോബിന്റെ ഷട്ടറിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇത് പ്രൊജക്ട് ബാക്കിൽ നിന്ന് സ്ക്രൂ ചെയ്യുന്ന മോഡലാണ്. ഇത് വെട്ടി വെട്ടി അകത്തേക്ക് കയറ്റി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഒറ്റ ലെവലിൽ കിടക്കും, ഒറ്റ ലെവലിൽ നിന്നുള്ളൂ. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ആയാലും ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലോക്ക് ഫിക്സ് ചെയ്തേക്കുന്ന ബാക്കിലാണ്. ബാക്കിൽ ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി. ഫിക്സിങ് വളരെ എളുപ്പമാണ്, കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും. എന്നാൽ ഒരു തടസ്സം ഡോറിന്റെ നടുക്കൊരു വരുന്നിട്ടൊരു തടസ്സം രണ്ടെണ്ണം വരാൻ നേരത്ത് ഡബിൾ ഡോർ വരുമ്പോൾ കാണുമ്പോൾ ഒരു ഫിനിഷിംഗ്. അതെ അതെ. ഇത് നമുക്ക് ഫുൾ ലെങ്ത് വരെ കിട്ടും. ഇത് എത്ര ലെങ്ത് വരെ കിട്ടും? ഇത് 3 മീറ്റർ റോഡായിട്ട് നമുക്ക് വരുന്നുണ്ട്. 3 മീറ്റർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുക്കാം. അതെ അതെ അതെ. ചെറിയ സൈസും അവൈലബിൾ ആണ്. അപ് ടു 3 മീറ്റർ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ എങ്ങനെയുണ്ട്? എത്ര ഷെയ്ഡ്സ് നമുക്ക് വരുന്നത്? ബ്ലാക്ക് വരുന്നുണ്ട്, സ്റ്റീൽ ഫിനിഷ് വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്, അതേപോലെ ഗോൾഡ് വരുന്നുണ്ട്. പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നോർമലി ബാക്കിയുള്ള ഇപ്പം 4 ഇഞ്ചിന് നമ്മൾ സാധാരണ ഹാൻഡിൽസിനെ അപേക്ഷിച്ചിട്ട് വില വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഹാൻഡിലിന് 4 ഇഞ്ച്, ഞാനിപ്പോൾ കൈ പിടിച്ചിരിക്കുന്ന ഒരു ഹാൻഡിൽ 4 ഇഞ്ച് ഹാൻഡിലിന് വില വരുന്നത് ഏകദേശം ഒരു 150 രൂപ വരുള്ളൂ. ഓ യെസ്, അത്ര വരുന്നുള്ളൂ. അതെ. ഇത് കൊള്ളാം, കാണാൻ ഫിനിഷിംഗ് ആണ്, നല്ല ഫിനിഷിംഗും ആണ്. പക്ഷെ ഒരു പ്രത്യേകത. അതെ അതെ. വർക്കും വളരെ എളുപ്പമാണ്, കാരണം ഡോറിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഡോറിന്റെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഒരിക്കലും. സൈഡിൽ നിന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. ഹാൻഡിൽ കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പുതിയ മാറ്റങ്ങൾ വരുന്നു. ഡോർ നോബ്സ്, ഈ ഡോർ നോബ്സ് കിട്ടാനാണ് പാട്. നമ്മൾ ഇഷ്ടമുള്ള പാറ്റേൺസ് പലപ്പോഴും കിട്ടാറില്ല, അതൊരു പ്രോബ്ലം തന്നെ. ഇതിവിടെ നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ഇതെല്ലാം എന്ത് ബ്രാസും സ്റ്റീലും? ഇത് സ്റ്റീലുണ്ട്, ബ്രാസ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, PVD കോട്ടിംഗ് ഉണ്ട്, പൗഡർ കോട്ടിംഗ് ഉണ്ട്. പല നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കളറുകൾ, ആവശ്യത്തിനനുസരിച്ചുള്ള ഡിസൈനുകൾ, ഏത് മോഡൽസ് ആയാലും നമുക്ക്. ഞാൻ ഈ കണ്ടേക്കണ ഈ നോബ്സ് പലപ്പോഴും കുറച്ച് പാറ്റേൺസ് മാത്രമേ പലയിടത്തും സ്റ്റോക്ക് ഉള്ളൂ, പലരും കീപ്പ് ചെയ്യാറില്ല. അതായത് എപ്പോഴും അപ്ഡേഷൻ വരാൻ നേരത്ത് അത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് വരാണ്ടിരിക്കാനായിരിക്കാം. കാരണം നോബ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂവ്മെന്റ് കുറഞ്ഞൊരു സെഗ്മെന്റ് ആണ് നോബ്സ്. അതുകൊണ്ട് കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോബ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്ഡേഷൻ വരാൻ നേരത്ത് നമ്മൾ ഈ നോബ്സിന്റെ എല്ലാം അപ്ഡേഷനിലേക്ക് പഴയതൊക്കെ ഔട്ട് ഓഫ്. നോബ്സ് 2 സെഗ്മെന്റ് ആയിട്ടാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റൗണ്ട് സെഗ്മെന്റ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൗണ്ട് സെഗ്മെന്റ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സ്ക്വയർ സെഗ്മെന്റ്. നേരത്തെ റൗണ്ട്, ഇത് സ്ക്വയർ സെഗ്മെന്റ് ആണ്. എന്ത് പ്രൈസ് ആയിരുന്നു സ്റ്റാർട്ടിങ്? ഒരു 35 റുപ്പീസിൽ നമുക്ക് 35 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും 35 രൂപ, സ്ക്വയർ ആയാലും സെയിം റേറ്റിൽ. അതെ അതെ, സ്റ്റാർട്ടിങ് റേഞ്ച് അതാ വരുന്നത്. ഇതെല്ലാം കൊള്ളാം. ചെറിയ ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് ഈ നോബ്, ആ നോബെല്ലാം ഏകദേശം ഒരു 100 രൂപ താഴെ ആ റേഞ്ച് വരുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ. ഇത് കൊള്ളാം, നല്ല ക്യൂട്ടായിട്ടുള്ള നോബ്സ്. നോബ്സ് എന്ന് പറയുമ്പോഴും ക്യൂട്ടായിട്ടുള്ള ആണ് ചിന്തിക്കണം. കൊള്ളാം, നല്ല പാറ്റേൺസ് ആണ്. നോബ്സ് ഇത്രയും കളക്ഷൻ ഞാനും കണ്ടിട്ടില്ല. നോബ്സിൽ തന്നെ വ്യത്യാസമുള്ള കുറച്ച് മോഡലാണ്, ചരിഞ്ഞിരിക്കുന്ന മോഡൽസ് ഉണ്ട്. ഓ, ഇത് പുതിയൊരു തരം ട്രെൻഡാണ്. നോബ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ടങ് ഹാൻഡിൽ, ടങ് നോബ്സ് എന്ന് പറയുന്നത്. ടങ് നോബ്സ്, അതെ അതെ, കുറച്ച് പൊന്തി നിൽക്കുന്ന മോഡലാണത്. സാധാരണ ഫ്ലാറ്റ് മോഡലിനേക്കാളും കുറച്ച് പ്രൊജക്ഷൻ ഉള്ള മോഡലാണ് ടങ് നോബ്സ് എന്നാണ് പറയുന്നത്. ഓ യെസ്. അതിൻ്റെ തന്നെ പല ഫിനിഷുകൾ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ആന്റിക് ഉണ്ട്. തന്നെ പുതിയ പരീക്ഷണങ്ങൾ. അതെ അതെ അതെ. വുഡൻ ഫിനിഷുള്ള നോബ്സ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ ഇതൊരു പ്രത്യേകമുള്ള നോബ്സ് ആണ്. അതെ. ഓക്കെ, ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു ഇതെല്ലാം അതിൻ്റെ ക്യൂട്ട് മോഡൽസാണ്. അതെല്ലാം മാർബിൾ ഫിനിഷാണത്. കൊള്ളാം. ഇതിലായിരുന്നു ഇത് എന്ത് നോബ്സ് സ്റ്റാർട്ടിങ് എത്ര വന്നിട്ട്? 40 രൂപ സ്റ്റാർട്ട് ചെയ്യും. 40 രൂപ വരുന്നുണ്ട്. ഇത് നോബ്സിൽ തന്നെ ഈ മടക്കി വെക്കാവുന്ന ടൈപ്പ്. അതെ, ഇത് കൂടുതലും പോകുന്നത് ഇൻസൈഡ്
വാർഡ്രോബ്സിന്റെ അകത്ത് തന്നെ, അതായത് പ്രൊജക്ഷൻ കുറവായിരിക്കും, പതിഞ്ഞിരിക്കുന്ന മോഡൽ. യെസ്, ഇതെല്ലാം ബ്രാസും സ്റ്റീലും എല്ലാ കോട്ടിങ് വരുന്നുണ്ട്. അത് കോട്ടിങ് എല്ലാം മിക്കവാറും എല്ലാം കോട്ടിങ് ആയിരിക്കും വരിക. പ്രൊജക്ഷൻ വരാൻ അതെ. ഇതിപ്പോൾ കൂടുതലും യൂസ് വരിക എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ഡ്രോസ്, അതേപോലെ തന്നെ നമുക്ക് കോട്ടിൻ്റെ അടിയിൽ വരുന്ന ഡ്രോസ് ഉണ്ടല്ലോ, കട്ടിലിൻ്റെ ഒക്കെ അടിയിൽ ഡ്രോസ് വരില്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഹാൻഡിൽസ് ആണത്. കാരണം പ്രൊജക്ഷൻ ഉണ്ടാവില്ല. അതെ, അതും കൊള്ളാം. അതൊരു ആൻറ്റിക് ടച്ച് നോക്കാൻ പറ്റിയാണ്. ഇതും കൊള്ളാം. ഇതൊക്കെ നല്ല പാറ്റേൺസ് ആണ്. നോബ്സിന് ഇപ്പൊ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ് ഒത്തിരി വരുന്നുണ്ട്. നേരത്തെ ബ്രാൻഡഡ് കമ്പനീസ് അധികം കുറവായിരുന്നു. ഇതും കൊള്ളാം. നല്ലൊരു സ്ലീക്ക് മോഡലാണ്. ഈ വാർഡ്രോബിൽ തന്നെ ഡിജിറ്റൽ ലോക്കിംഗ് സംവിധാനം, അത് നമ്മുടെ മെയിൻ ഡോർ പോലെ തന്നെ വാർഡ്രോബ്സിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റും. വാർഡ്രോബിന്റെ ഡിജിറ്റൽ ലോക്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കാരണം നമ്മൾ ഫ്രണ്ട് ഡോറിൽ ഡിജിറ്റൽ ലോക്സ് വയ്ക്കുന്ന പോലെ തന്നെ വാർഡ്രോബിലും ഡിജിറ്റലായിട്ട് ലോക്സ് കണ്ടു. ഇത് ഡിജിറ്റൽ ലോക്കാണിത്. നമ്മൾ ഒരു നമ്പർ കീ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്യാം, അതേ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ കീ കൊണ്ടുനടക്കേണ്ട ആവശ്യമോ കീ അതിൽ തന്നെ ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ നമ്പർ ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്പർ വെച്ചിട്ട് നമ്പർ അറിയാവുന്ന ആർക്കും നമുക്ക് ഒരു വീട്ടിലൊരു 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും നമുക്കത് ആ നമ്പർ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതിയ സിസ്റ്റമാണ് നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഇത് വാർഡ്രോബിൻ്റെ ആണ്. ഓപ്പൺ ചെയ്യാനും പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. ഓപ്പൺ ദെൻ ക്ലോസ്. അപ്പോൾ അതും നമുക്ക് ഇതിൽ വാർഡ്രോബിൽ അവൈലബിൾ ആണ്. വാർഡ്രോബ് ലോക്സിൽ അതിപ്പോൾ 4 ഷട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഷട്ടർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തിടാം. അതെ. അത് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഓർണമെന്റ്സ് എന്തെങ്കിലും അങ്ങനെ വെക്കുകയാണെങ്കിൽ വെക്കാനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിടാൻ പറ്റും നല്ല രീതിയിൽ. ഇതിൽ നമുക്ക് 16 പേരുടെ ഫിംഗർ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു ഫാമിലി മെമ്പർ. അതെ, എല്ലാവരുടെയും 16 ഫിംഗർ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം. ഇത് താഴെ ഇരിക്കുന്നത് അതിന് തന്നെയാണ്. ഇത് തന്നെ ഫിംഗർ തന്നെ വന്നിട്ട് നമുക്ക് വിത്ത് ഹാൻഡിൽ ഇന്റേണൽ, നമ്മൾ നേരത്തെ ഇന്റേണൽ ഡ്രോസിന് പറഞ്ഞില്ലേ, ഇത് തന്നെ നമ്മുടെ ഇന്റേണൽ ഡ്രോയറിന് യൂസ് ചെയ്യുന്നത്. അതെ വെച്ചിട്ട് അത് വലിക്കാം. കൊള്ളാം. ഇതെന്ത് പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? ഇതിന് പ്രൈസ് വരിക 2000 റേഞ്ച് വരും. ഈ ഒരു 2000 എന്ന് പറയുമ്പോൾ ഏതെല്ലാം വരുന്നുണ്ട്? ഇത് ഫിംഗറിന് മാത്രം വരും. ഇതിനാകുമ്പോൾ ഒരു 1000 എബോ വരും. 1000 എബോ വരുന്നുള്ളൂ. എന്നാലും അത് ഒരു കൗതുകം തന്നെയാണ്. കൗതുകം മാത്രമല്ല, ഡോക്യുമെന്റ്സ് സേഫ്റ്റിക്ക്. ഇതിന്റെയൊക്കെ ബാക്ക് സൈഡ് എങ്ങനെയാണ്? ഷട്ടറിന്റെ ബാക്ക് സൈഡ്, ഷട്ടർ നമ്മൾ ബാക്ക് സൈഡ് പ്രൊജക്ഷൻ ആയിരിക്കും. ഉള്ളിൽ നമുക്ക് ഹോൾ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഷട്ടർ ഹോൾ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതിന്റെ പവർ എങ്ങനെയാണ് എടുക്കുന്നത്? പവർ ബാറ്ററിയാണ്. ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യണം. നമുക്ക് ബാറ്ററി തീരാറാവുന്ന സമയത്ത് ഇൻറ്റിമേഷൻ വന്നുകൊണ്ടിരിക്കും. നമ്മളത് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ചാർജ് തീരുന്നതിന് മുമ്പ് ഇൻറ്റിമേഷൻ വരുന്നുണ്ടോ? ഓക്കെ, അത് സംഭവമുള്ള വാർഡ്രോബ്സിൻ്റെ ഒക്കെ ലോക്കിംഗ് സിസ്റ്റത്തിലെ പുതിയ ട്രെൻഡാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ഒക്കെ ഹാൻഡിൽ വരും, പ്രൊഫൈൽ ഹാൻഡിൽ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസ് ആണ് ഇത്. പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ മോഡലാണ് ജി പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പുതിയ ട്രെൻഡാണ്. ഇത് കുറച്ച് നാളായി ഇറങ്ങിയിട്ട് ജി പ്രൊഫൈൽ ഹാൻഡിൽസ്. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ഹാൻഡിൽ നമ്മൾ ഡോറിനോട് ചേർന്ന് തന്നെ ഹാൻഡിൽ പൊക്കോളും, പ്രൊജക്ഷൻ ഉണ്ടാവില്ല. പിന്നെ ഇതിൽ തന്നെ ഈ സൈഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഗാർഡ് അതും വരുന്നുണ്ടല്ലേ? സൈഡ്, അതെ. നമുക്ക് ഇതിന് തന്നെ നമുക്ക് എൻഡ് ഗ്യാപ്പ് ഉണ്ട്. ഇതിനിവിടെ എൻഡ് ഗ്യാപ്പ് ഞാൻ കാണിച്ചാൽ എൻഡ് ഗ്യാപ്പുള്ള മോഡലുണ്ട്. എൻഡ് ഗ്യാപ്പ് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാർപ്നെസ് ഇവിടെ നിന്ന് പോയി കിട്ടും. നമുക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്? നീളത്തിൽ മുറിച്ചെടുക്കുന്ന. അതെ, ഇത് 3 മീറ്റർ നീളത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ട് നമുക്ക് വരിക. ഇത് നമുക്ക് സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കോട്ടിങ്? പല ഫിനിഷിൽ വരുന്നുണ്ട്. ഇത് ഒന്ന് സ്റ്റീൽ ഫിനിഷ്, 2 ഫിനിഷുകൾ സ്റ്റീൽ വരുന്നുണ്ട്, മാറ്റ് സ്റ്റീലും വരുന്നുണ്ട്, ഗ്ലോസിയും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ ഫിനിഷുകൾ ഷാമ്പയിൻ ഫിനിഷ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്.
ഒത്തിരി ഫിനിഷുകളിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ നമുക്കൊരു ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിന്റെ ഒരു ലെങ്ത് നമുക്ക് ഒരു 1100 രൂപ മുതൽ 1800 രൂപ വരെ. ഒരു ലെങ്ത് 3 മീറ്റർ വരെ. 3 മീറ്ററിന്റെ ഒരു ലെങ്ത്തിന് 1100 രൂപ മുതൽ 1800 രൂപ വരെ പല കമ്പനികളുടെ മോഡൽസ് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് എടുക്കാം. അതെ, 1100 രൂപയുടെ മോഡൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ബ്ലാക്ക് ആണ്, അതിന് തന്നെ ക്രോമിയും ബ്രാസും കോട്ടിംഗ് എല്ലാം കോട്ടിംഗ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് കോട്ടിംഗ് അനുസരിച്ചാണ് അതിന്റെ ചാർജിങ്. അതെ, ചെറിയ വ്യത്യാസങ്ങൾ വരും. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. എന്നാൽ അതൊരു പ്രത്യേകതയാണ് ഹാൻഡിൽസ്. പിന്നെ ഈ കിച്ചൺ ഷട്ടേഴ്സിൽ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ലെസ് എന്ന് പറയും. അതായത് ഹാൻഡിലേ ഉണ്ടാവില്ല, നമുക്ക് ഹാൻഡിലിനുള്ള പ്രൊവിഷൻ മാത്രം കൊടുക്കുക. അതായത് പ്രൊഫൈൽ ഹാൻഡിൽ പോലും ഇല്ലാത്തൊരു അതെ അതെ ഹാൻഡിലേ ഉണ്ടാവില്ല. ഹാൻഡിൽ ലെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോയ്ക്ക് ഹാൻഡിൽ നമുക്ക് ഉണ്ടാവില്ല. അതിന് പകരം ഇതിന് പറയുന്നത് ഗോള പ്രൊഫൈൽ എന്ന് പറയും. ഗോള പ്രൊഫൈൽ. അത് 2 രീതിയിലുള്ള പ്രൊഫൈലുകൾ വരുന്നുണ്ട്. സി പ്രൊഫൈലും വരുന്നുണ്ട്, എൽ പ്രൊഫൈലും വരുന്നുണ്ട്. ഇത് ഹാൻഡിലേ ഇല്ല, പക്ഷെ ഹാൻഡിൽ നമ്മൾ വിരല് ഇതിലേക്ക് ഇടാനുള്ള ഗ്യാപ്പ് മാത്രം നമ്മൾ ഗ്യാപ്പ് അതാണ് അത് പ്രൊഫൈലാണ് അല്ലേ? അതെ അതെ. അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൽ ടൈപ്പ് പ്രൊഫൈൽ, സി ടൈപ്പ് പ്രൊഫൈൽ, 2 പ്രൊഫൈൽ വരുന്നത് നമ്മൾ ക്യാബിനറ്റിൻ്റെ ഉൾഭാഗം, അതായത് മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ്, ഇറക്കി ഫിറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഡോറ് വന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വന്ന് നിൽക്കുക ചെയ്യുന്നത്. ഉള്ളിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, അവിടെ വെച്ചിട്ട് നമുക്കത് വലിച്ച് പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ഇതൊരു ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലാണ് ഫിംഗർ കിടത്തിയിട്ട് ഡോറ് തുറക്കുന്നത്. അത് നമുക്ക് വൈറ്റ്, ബ്ലാക്ക്, റോസ് ഗോൾഡ്, ആന്ത്രസൈറ്റ് ഫിനിഷ് പല ഫിനിഷുകളിൽ അവൈലബിൾ ആണ്. അതൊരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഡിസൈൻ ഫീൽ ചെയ്യും. ഇത് ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കത് ചെയ്യേണ്ടി വരും. ഇല്ല, നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവുകൾ മാത്രം ആദ്യം എടുത്താൽ മതി. കാരണം ഇതിൻ്റെ കട്ടിങ് നമ്മൾ അത്രയും കുറച്ചിട്ട് ഡോറ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെങ്ങനെയാണ് ലെങ്ത്തും? 3 മീറ്റർ ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ട് വരിക. അത് ഫുൾ ലെങ്ത്തിൽ നമുക്ക് വയ്ക്കാം. ഇതിനിപ്പോൾ ഫിനിഷസ് നോക്കേണ്ട കാര്യമുണ്ട്? ഒറ്റ ഫിനിഷ് നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡ്രോയുടെ ഡിസൈൻ അനുസരിച്ച്, അതായത് കോമ്പിനേഷൻ അനുസരിച്ചുള്ള പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് ഇതിന് വരിക ഏകദേശം ഒരു 1500 സ്റ്റാർട്ട് ചെയ്യും വരുന്നുള്ളൂ. ഇതൊരു നീറ്റ്, അതായത് ഹാൻഡിൽലെസ്. അതെ, അതാണ്. ഇത് തന്നെ നമുക്ക് വാർഡ്രോബ്സിന് കൊടുക്കാൻ പറ്റും. വാർഡ്രോബ്സിന് കൊടുക്കാം. ഗോള പ്രൊഫൈല് തന്നെ നമുക്ക് ഇത് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ 2 രീതിയിൽ വരുന്നുണ്ട്. വാർഡ്രോബിന് വരുന്നതും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.